അമേരിക്കൻ മേൽക്കോയ്മ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതായത് 750 കോടിയോളം രൂപ മുടക്കിയാണ് ChatGPT പോലുള്ള ജെമിനായി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എടുത്തിരുന്ന എഫേർട്ട് അതിനൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു. നിങ്ങളുടെ ന്യൂസിലോ അല്ലെങ്കിൽ ടെക് ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പുറത്തിറങ്ങിയ ഡീപ് സീക്ക് എന്ന, അതായത് ചൈന പുറത്തിറക്കിയ ഡീപ് സീക്ക് എന്ന ചാറ്റ്ബോട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഡീപ് സീക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എങ്കിൽ വളരെ റീസെന്റ് ആയിട്ട് ജനുവരിയിലാണ് അതിന്റെ ഒരു ഒഫീഷ്യൽ റിലീസ് വന്നത്. മുമ്പ് ഇല്ലാന്നല്ല, ഒരു 2023 കാലഘട്ടത്തിൽ ഓൺ വർക്കിംഗ് സ്റ്റേജിലുള്ള ഒരു ഓപ്ഷനാണ് ഡീപ് സീക്ക് എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ സെഷനാണ് നമ്മൾ ഇത് നോക്കുന്നത്. സോ ഓൺ യുവർ സെറ്റ്. ഓക്കെ, ബേസിക് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ChatGPT എന്തിനാണ് ChatGPT യൂസ് ചെയ്യുന്നത്? എന്താ ChatGPT? ആക്ച്വലി എന്തിനാണ് ChatGPT യൂസ് ചെയ്യുന്നത്? ChatGPT 4.0 അങ്ങനെ പല വേർഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മെറ്റ, അല്ലെ നിങ്ങളുടെ ഫോണിൽ മെറ്റ അല്ലേ? മെറ്റയോട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ചുള്ള ലെറ്ററുകളോ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ജെമിനായി നമുക്ക് ഇപ്പോൾ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റന്റ് പോലെ കയറി വരുന്ന ഒരു ആപ്പാണ്. ഇതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ച് നമുക്ക് മറുപടി തരുന്ന ഒരു ചാറ്റിംഗ് പോർഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ChatGPT-ക്കൊക്കെ നമുക്ക്